78 രാജ്യങ്ങളിലായി 1,00,000 പേരിലേക്ക് വ്യാപിച്ച മങ്കി പോക്സ് യൂറോപ്പ് കടന്ന് നമ്മുടെ കേരളത്തിലും എത്തിയിട്ട് ഒരു മാസമാകുന്നു. രോഗം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യമായി തൃശൂരിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. കണ്ണൂരിൽ UK-യിൽ നിന്ന് വന്ന ഒരു കുട്ടിയിൽ രോഗം സ്ഥിരീകരിക്കുകയും മറ്റ് ജില്ലകളിലും രോഗസാധ്യത ഉറപ്പിക്കുകയും ചെയ്തതോടെ ഈ മഹാവ്യാധിയെ കേരളവും തുറിച്ചു നോക്കുകയാണ്. 1958 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ സ്ഥിരീകരിച്ച ഈ ഭയാനക രോഗം ബാധിച്ചാൽ 10-ൽ ഒരാൾ മരണമടയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വസൂരി പടർത്തുന്ന വേരിയോള വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട വൈറസുകളാണ് മങ്കി പോക്സും പടർത്തുന്നത്. വസൂരിയുടെ ലക്ഷണങ്ങൾക്ക് സമാനമാണ് മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ. മുഖത്തും ജനനേന്ദ്രിയത്തിലും നെഞ്ചിലും പുറകിലും കൈകളിലും കാലുകളിലും കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മങ്കി പോക്സിന്റെ ചില ലക്ഷണങ്ങൾ. യൂറോപ്പിലെ ചില ലൈംഗിക ക്ലിനിക്കുകളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഈ മാരക രോഗം പിടിപെട്ടതിൽ ഭൂരിഭാഗവും സ്വവർഗ അനുരാഗികളായിരുന്നു. സജീവമായി ലൈംഗിക ബന്ധങ്ങളിൽ തുടരുന്ന സ്വവർഗ അനുരാഗികൾ, ബൈസെക്ഷൽ അല്ലെങ്കിൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുടെ ലൈംഗിക ശൃംഖലകളിലൂടെ രോഗം പടരുന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഡോക്ടർ റോസമുണ്ട് ലൂയിസിന്റെ നിഗമനത്തിൽ ആഫ്രിക്കയ്ക്ക് പുറത്ത് പടരുന്ന 99% മങ്കി പോക്സ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരിലാണ്. അതിൽ തന്നെ 98% ബൈബിളിലെ സോദോമ്യ പാപമായ സ്വവർഗഭോഗം എന്ന തിന്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പുരുഷന്മാരിലാണ്. എന്നാൽ കുരങ്ങുപനി വരാനുള്ള സാധ്യത പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. പകർച്ചവ്യാധിയുള്ള ഒരാളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആർക്കും അപകട സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികൾ വരെ രോഗബാധിതരാകുന്നത് അങ്ങനെയാണ്. ആഫ്രിക്കയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് പടർന്നു പിടിക്കുന്ന UK-യിൽ സ്വവർഗ അനുരാഗികളിലൂടെയാണ് രോഗം പ്രധാനമായും പടരുന്നതെന്ന് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. അവിടെ പതിവായി നടക്കുന്ന ഗേ പ്രൈഡ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വീർത്ത ഗ്രന്ഥികളോ കുമിളകളോ പോലുള്ള മങ്കി പോക്സ് ലക്ഷണങ്ങൾ അനുഭവിക്കുന്നവരെ പ്രത്യേകം ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂ ഇംഗ്ലണ്ട് ഓഫ് ജേർണൽ ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് 528 മങ്കി പോക്സ് അണുബാധകൾ പരിശോധിച്ചപ്പോൾ ഈ അണുബാധകളിൽ 98% ഇത്തരക്കാരിലാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയുണ്ടായി. ലൈംഗികേതര സംക്രമണം ഇതുവരെ വളരെ അപൂർവമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ 1% താഴെ കേസുകളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് യൂറോപ്പിൽ നിന്നുള്ള പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഒരു കാര്യം ഞെട്ടലോടെ ഉറപ്പിക്കപ്പെടുകയാണ്: കൊറോണയ്ക്ക് ശേഷം ഈ കാലഘട്ടത്തെ ഭയപ്പെടുത്തുകയാണ് ഈ മഹാവ്യാധി. ആസക്തികളുടെ ശമനത്തിന് വേണ്ടി ബന്ധങ്ങളെ ശിഥിലമാക്കി കുത്തൊഴിഞ്ഞ ലൈംഗിക ജീവിതത്തിന് അടിമകളായി ജീവിക്കുന്ന തലമുറകൾക്കെതിരെയുള്ള താക്കീതായിരിക്കാം ഒരുപക്ഷെ ഈ മഹാവ്യാധി. ദൈവത്തിന്റെ സന്മാർഗിക നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ അധാർമികതയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് നിബദിക്കുന്ന ആധുനിക മനുഷ്യൻ, തിന്നും കുടിച്ചും മതിച്ചും നടക്കുന്ന മനുഷ്യൻ സൃഷ്ടാവാം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് നേരെ പുറം തിരിഞ്ഞു നടക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമായ ബീഭത്സമായ അന്തരീക്ഷമാണ് ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും നാം കാണുന്നത്. അപ്പോഴും കോവിഡ് മഹാമാരിക്ക് ശേഷം മറ്റൊരു ഘോരവ്യാധിയോ എന്ന ആശങ്കയിലാണ് ലോകജനത.